അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പ് നടത്തിയത് എങ്ങനെയാണ്? അതിനൊരു മറയുണ്ടാകുമല്ലോ. ആ മറ എന്താണ് എന്നുള്ള വിവരമാണ് നമ്മൾ ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അനന്തകൃഷ്ണൻ തട്ടിപ്പിനായി രൂപീകരിച്ചത് നാഷണൽ NGO പ്രോജക്ട് കൺസൾട്ടിംഗ് ഏജൻസി എന്ന പേരിലുള്ള ഒരു ട്രസ്റ്റാണ്. ട്രസ്റ്റിലുള്ളത് 5 അംഗങ്ങൾ. ആക്ടിംഗ് ചെയർപേഴ്സൺ ബീന സെബാസ്റ്റ്യൻ. ട്രസ്റ്റ് അംഗങ്ങളായി അനന്തകൃഷ്ണൻ, ഷീബ സുരേഷ്, ആനന്ദ് കുമാർ, ജയകുമാരൻ നായർ എന്നിവർ ട്രസ്റ്റിലുണ്ട്. 400 കോടി രൂപയാണ് 8 മാസം കൊണ്ട് പ്രതിയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. തട്ടിപ്പിനായി സംസ്ഥാനത്തൊട്ടാകെ 2500 NGO-കൾ രൂപീകരിക്കുകയും ചെയ്തു. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, ചെറിയ തട്ടിപ്പല്ല, വൻതോതിൽ ഈ തട്ടിപ്പ് നടത്തണം എന്ന് ആസൂത്രണം ചെയ്തുകൊണ്ട് 2500 NGO-കൾ എന്ന് പറയുമ്പോൾ ഓരോന്നിന്റെയും മറവിൽ ഇത്ര ആളുകളിലേക്ക് എത്തണം എന്നതടക്കം ഒരു രൂപരേഖ ഉണ്ടായിരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഈ ട്രസ്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്താണ്? സുജയ, അങ്ങനെ തന്നെയാണ്. 27 വയസ്സ് മാത്രം പ്രായമുള്ള അനന്തകൃഷ്ണൻ കൃത്യമായ ആസൂത്രണം നടത്തി തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇയാളൊരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ ട്രസ്റ്റിൽ ആകെ അനന്തകൃഷ്ണൻ അടക്കം 5 പേരാണ് ഉള്ളത്. ബീന സെബാസ്റ്റ്യൻ, ഒപ്പം അനന്തകൃഷ്ണൻ, ഷീബ സുരേഷ്, ആനന്ദ് കുമാർ, ജയകുമാരൻ നായർ എന്നിങ്ങനെ 5 പേരാണ് ഈ ട്രസ്റ്റിലുള്ളത്. ഇതിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ബീന സെബാസ്റ്റ്യൻ ആണ്. ഇവർക്കൊക്കെ ഈ തട്ടിപ്പിൽ ബന്ധമുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ച് വരികയാണ്. അതോ ഇവരെ മറയാക്കിയാണോ ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ഇത്തരത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള NGO-കൾ ഉണ്ടാക്കുന്നു. ഏതാണ്ട് 2500ഓളം NGO-കൾ ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പകുതി വില നൽകിയാൽ ഈ സാധനങ്ങൾ ഇരുചക്രവാഹനങ്ങളടക്കം ലഭിക്കും എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുന്നു. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ടാക്കുന്നു. അതിനുശേഷം ആ ഫോട്ടോകളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നു. ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നു. അത്തരത്തിലൊരു വിശ്വാസ്യത ഉണ്ടാക്കുന്നു. പലർക്കും ഇരുചക്രവാഹനങ്ങളും മറ്റും നൽകുന്ന ഫോട്ടോകളും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. അത്തരത്തിൽ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിരവധി ആളുകളെ ഇതിലേക്ക് എത്തിക്കുന്നു. അത്തരത്തിൽ വലിയ തുക സമാഹരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇയാൾ ഈ തട്ടിപ്പ് ആരംഭിച്ചു. അതിനുശേഷം ഏതാണ്ട് 8 മാസം കൊണ്ട് പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു അക്കൗണ്ടിലേക്ക് മാത്രം ഏതാണ്ട് 400 കോടിയിലേറെ രൂപ എത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ നിലവിൽ പോലീസിന് മരവിപ്പിക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് 4 കോടി രൂപയിൽ താഴെ മാത്രമുള്ള അക്കൗണ്ട് മാത്രമാണ്. ബാക്കി തുക എങ്ങോട്ടാണ് ഇയാൾ മാറ്റിയത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ആഡംബര ജീവിതം നയിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾ ഇത്തരത്തിൽ ഭൂമിയും മറ്റുമായി പലയിടങ്ങളിലും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി, എറണാകുളം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇയാൾ ഭൂമി വ്യാപകമായി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഈ തട്ടിയ തുക വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിശദമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ ട്രസ്റ്റ് അംഗങ്ങളായ മറ്റ് 4 പേരുടെ മൊഴി പോലീസ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. അവർക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന്റെ ഒരു അവ്യക്തതയാണ്. എന്തായാലും ഇക്കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. നാളെ അനന്തകൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷ മൂവാറ്റുപുഴ കോടതി പരിഗണിക്കുന്നുണ്ട്. നാളെ ഒരുപക്ഷേ അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ ലഭിക്കാനാണ് സാധ്യത. അതിനുശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അർജുൻ.